അപ്പോൾ എൻ്റെ പൊന്നു മച്ചാന്മാരതാ മണിച്ചേട്ടൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞ 2005 ഇതിൻ്റെ അകത്തെ കണ്ടീഷനും കാര്യങ്ങളും വേറെ ലെവലാണ്. അത് ഞാൻ കാണിച്ചാൽ ഇപ്പോഴും വണ്ടി അതുപോലെ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സത്യം പറഞ്ഞ ഞങ്ങളെ തന്നെ ഞെട്ടിച്ച്. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കലാപം മണിച്ചേട്ടൻ്റെ, അതായത് ജനുവരി 1, അതായത് ഈ വീഡിയോ വരുന്നത് ജനുവരി 1 കലാപം മണിച്ചേട്ടൻ്റെ പിറന്നാൾ ദിവസം കൂടെയാണ്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കലാപം മണിച്ചേട്ടൻ്റെ പിറന്നാൾ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് മണിച്ചേട്ടൻ്റെ, അതായത് ഈ വണ്ടി മണിച്ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ മണിച്ചേട്ടൻ്റെ വണ്ടി നിങ്ങൾ ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മണിച്ചേട്ടൻ ആ ഒരു ഉപയോഗത്തിന് ശേഷം ഇത് പിന്നീട് ആരും കാണാത്തൊരു വണ്ടി കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ വർഷം തന്നെ മണിച്ചേട്ടൻ്റെ ജാഗ്വാർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മണിച്ചേട്ടൻ്റെ വണ്ടിയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ബെൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എവിടെ കണ്ടാലും നമ്മൾ സ്പോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലാണ് നമ്മളുള്ളത്. ആലപ്പുഴയിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ വണ്ടി ഒളിഞ്ഞ് കിടപ്പുണ്ട്. അത് തപ്പി പിടിച്ചിരിക്കുകയാണ്. അത് എന്നെ സഹായിച്ചത് വേറെ ആരുമല്ല, എൻ്റെ സുഹൃത്തായ പ്രിയമുള്ള കലാസ്നേഹികളെ, ഇത് ഞാനാണ് നിങ്ങളുടെ പണിയേട്ടൻ. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്താണ്, ബോണിയാണ്. അപ്പൊ ബോണിയുടെ സുഹൃത്തും അതേപോലെ എന്റെ സുഹൃത്തുമായ ഒരു ചേട്ടനാണ് അല്ലെ. ഒരു പുള്ളിക്കാരന്റെ കയ്യിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത്. അപ്പോൾ പുള്ളിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ മണിച്ചേട്ടന്റെ വണ്ടി ഇനി അധികം ത്രില്ലടിപ്പിക്കുന്നില്ല, എല്ലാവരുടെയും സന്തോഷത്തോടി അല്ലെ, എല്ലാവരും ഇതോടെ നമുക്ക് മണിച്ചേട്ടന്റെ വണ്ടി പരിചയപ്പെടുത്തിയാ കിടക്കണം. എന്റെ പൊന്നും മച്ചാന്മാരെ, എല്ലാവരും കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണാൻ കാത്തിരുന്ന, ഞാനൊക്കെ സത്യം പറഞ്ഞ ഈ വണ്ടിയിൽ കയറാനോ ഒന്ന് ഓടിച്ചു നോക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല, അത് നടന്നു. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ നമ്മൾ ജാഗ്വാർ, മണിച്ചേട്ടൻ്റെ ജാഗ്വാർ വെള്ളം കയറി നശിച്ച വണ്ടി, ആ ജാഗ്വാർ അത് പണിത് ആ ഒരു കണ്ടീഷനാക്കി ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി, നിങ്ങൾ ഏതുവഴിയാണോ കാണുന്നത്, മണിച്ചേട്ടന് ഇഷ്ടമുള്ള, നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും, മണിച്ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതാ ബെൻ 100, അതുപോലെ ഇതാ നമ്പർ 100 KL04 ആണ്. ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു തരാം, കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് മുന്നേ ബോണി പറഞ്ഞോളൂ, ഈ വണ്ടി കണ്ടപ്പോ എന്താ തോന്നിയേ? വണ്ടി കണ്ടപ്പോൾ എൻ്റെ മുന്നേ സുഹൃത്ത്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളി വണ്ടി എടുത്തു. എനിക്കറിയാം, ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പുള്ളി വണ്ടി എടുത്തിട്ട് പോയിരുന്നു. അപ്പം ഞാൻ നമ്മുടെ പരിചയമുള്ള വണ്ടിയിൽ ബെൻ 100. അപ്പം ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അപ്പം പെട്ടെന്ന് പുള്ളിനെ വിളിച്ച്, നമുക്കറിയാവുന്ന ആളായിരുന്നു. അപ്പം ചേട്ടായി ഇതെവിടുന്ന് വണ്ടി എടുക്കുന്നത്? അപ്പം പറഞ്ഞു, ചേട്ടാ മേടിച്ചാന്ന് പറഞ്ഞു. അപ്പം തന്നെ ആദ്യം ഈ വണ്ടി ഓർത്തപ്പം എനിക്ക് പെട്ടെന്ന് നിന്റെ കാര്യം ഓർമ്മ വന്നു. നീ ആകുമ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നത് നല്ല സെറ്റായിട്ടിരിക്കുമല്ലായിരുന്നു. അപ്പം ആദ്യം നിന്നെ ഓർത്ത് ഞാൻ നിന്നെ അപ്പം തന്നെ വിളിക്കുമായിരുന്നു. അപ്പം ഒരു വർഷം മുമ്പായിരുന്നു ഞാൻ പറഞ്ഞു, പക്ഷെ അന്ന് വരാൻ പറ്റിയാണ് വന്ന് എടുക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു വർഷം മുന്നേ പറഞ്ഞെങ്കിൽ കൂടെ ഞങ്ങൾക്ക് അന്നൊരു സാഹചര്യത്തിൽ കാര്യം വന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ ദിവസങ്ങൾ, അല്ല എന്താ പറയുക, ഒരു മണിച്ചേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ് നാളെ. അപ്പോൾ ആ ഒരു ദിവസം ഈ വീഡിയോ ചിലപ്പോൾ നാളെ ജനുവരി 1 വരുന്നത്, എങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു ദിവസം തന്നെ മണിച്ചേട്ടൻ്റെ ഒരു വണ്ടി നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പറ്റിയതിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇതിൻ്റെ അകത്തെ കണ്ടീഷനും കാര്യങ്ങളും വേറെ ലെവലാണ്. അത് ഞാൻ കാണിച്ചാൽ ഇപ്പോഴും വണ്ടി അതുപോലെ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സത്യം പറഞ്ഞ ഞങ്ങളെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് 2005 വണ്ടിയാണ്, 2005 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി പറഞ്ഞു കേട്ടിട്ടുള്ളത്, മണിച്ചേട്ടൻ ആദ്യത്തെ സമയത്തൊക്കെ ഈ വണ്ടി രജിസ്റ്റർ എന്താ പറയുക, ഇത് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൻ വഴിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിനുശേഷം അതാണ് KL04 എന്നുള്ള ഒരു നമ്പർ വന്നത്. മണിച്ചേട്ടൻ ഒരുപാട് നാൾ ഈ വണ്ടിയിലായിരുന്നു സഞ്ചരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 100 എന്നുള്ള ഒരു നമ്പറിലേക്ക് തന്നെ ഈ വണ്ടി മണിച്ചേട്ടൻ മാറ്റി കൊടുത്തു. അങ്ങനെ അതിനുശേഷം മണിച്ചേട്ടൻ വണ്ടി മേടിച്ച് മണിച്ചേട്ടൻ്റെ വണ്ടികൾ 100 എന്ന നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിന് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല, അറിയുന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരുപാട് കമൻസുകൾ വന്നാലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും നോ പ്രോബ്ലം, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ മണിച്ചേട്ടൻ്റെ വണ്ടിയാണ് എന്നുള്ളത് മാത്രം നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന, അന്ന് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ഇന്ന് അകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ, വേറെ ലെവലാണ്. കാണാം. അപ്പോൾ എൻ്റെ പൊന്നു മച്ചാന്മാരതാ മണിച്ചേട്ടൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞ 2005 വർഷം എടുത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 18 വർഷം പഴക്കമുണ്ട്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷം പഴക്കമുണ്ട്. ഞങ്ങളുടെയൊക്കെ ഓട്ടോ നമ്മൾ വീഡിയോയിൽ കണ്ട ആൾക്കാർക്ക് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KL04T ആയിരുന്നു. അതുപോലെ തന്നെ KL04T ആണ് ഈ വണ്ടിയുടെ രജിസ്ട്രേഷനും. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ ബോണി, ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഫീൽ എന്താണ്?
ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ഒരു പഴയ വണ്ടിയുടെ ഒരു ഇതുകൊണ്ട് കംഫർട്ട്, പിന്നെ മണിച്ചേട്ടന്റെ ആ ഒരു ഓർമ്മയും ഇതൊക്കെ അതാണ് ഏറ്റവും വലിയ കാര്യം. മണിച്ചേട്ടന്റെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ മിമിക്രി ഒക്കെ ചെയ്തു തന്നെ. ഞാൻ ഇവനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ആ കോളേജ് സമയത്ത് ഞങ്ങൾ നല്ല മിമിക്രി ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഒരുമിച്ച് മിമിക്രി സ്റ്റേജിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കലാമണിച്ചേട്ടനൊക്കെ ഞങ്ങൾക്ക് ഈ മിമിക്രി കലാകാരന്മാരെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ഒരു ഇതും ആരുമില്ല, ആ ഒരു സ്നേഹമാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ ഞങ്ങൾക്ക് പുതുക്കാൻ പറ്റി. മിമിക്രി ഒക്കെ ചെയ്ത് സത്യം. ഞാനിപ്പോ ഈ വണ്ടിയുടെ ഇന്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അത് ഷിവിൻ വന്നിട്ടുണ്ട്. ഞാൻ നാൾക്ക് ശേഷമാണ് വീഡിയോയുടെ അതെ, ഒരു 7 മാസമായിട്ടുണ്ട് ഞങ്ങള് സത്യം പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ ഇട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു കംബാക്ക് കൂടെയാണ്. കാരണം മണിച്ചേട്ടന്റെ വീഡിയോ ഞങ്ങളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിന് മുന്നെയാണ് നമ്മളല്ലേ കഴിഞ്ഞ വർഷവും പുള്ളി നമ്മളെ സഹായിച്ചിട്ട്. അത് ഭയങ്കര കാര്യം. മണിച്ചേട്ടനോടുള്ള ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ മണിച്ചേട്ടനെ ഫോളോ ചെയ്ത് പോകുന്നോണ്ടായിരിക്കും ചിലപ്പോൾ മണിച്ചേട്ടൻ അങ്ങനെ ഒരു ഡ്രീം ഞങ്ങൾക്ക് എത്തുന്നത്. അതെ, മണിച്ചേട്ടനാ ഫസ്റ്റ് വീഡിയോ ഞങ്ങളുടെ യൂട്യൂബിൽ റീച്ച് ആവാൻ തന്നെ കാരണം മണിച്ചേട്ടനാ. അപ്പൊ അത് ഇന്നും ആ ഒരു എനിക്കറിയില്ല, ആ ഒരു എന്തോ ഒരു സംതിങ് ഞങ്ങളെ റിലേറ്റഡ് ആണ്. കാര്യം നാളെ മണിച്ചേട്ടൻ്റെ പിറന്നാൾ ദിവസമായിരിക്കും ഈ വീഡിയോ വരുന്നത്. അതും ഭയങ്കര ഹാപ്പിയാ. അതുപോലെയാണ് അന്ന് ജാഗോറും ചെയ്തത്. ഷിബിനെ പറ ഈ വണ്ടിയുടെ കാര്യങ്ങളെ കുറിച്ച്. വണ്ടിയുടെ എന്ന് പറഞ്ഞ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണ്. ഞാൻ ഓടിച്ചു നോക്കിട്ടോ, നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ. ആ ഒരു എന്താ പറയാ 18 വർഷത്തിന്റെ ആ ഒരു വഴക്കമൊന്നും, വണ്ടി നല്ല ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മേടിച്ച ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടാണ്. പിന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന അടിപൊളിയായിട്ടാണ്. ഇവിടെ കൊണ്ടിട്ടാലും സ്പോട്ട് ചെയ്യും. ഞങ്ങൾ പെട്രോൾ പമ്പിൽ കൊണ്ടിട്ട് ആള് നമ്മളോടുള്ള വിശ്വാസത്തിൽ പറഞ്ഞ് വണ്ടിക്ക് എയർ അടിച്ചേക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് പമ്പിൽ കൊണ്ട് ഇട്ടപ്പോ തന്നെ ആള് വന്നു കൂടി, ഇത് മണിച്ചേട്ടന്റെ വണ്ടിയല്ലേ. അതെ. പിന്നെ അവന്റെ ഇതിലാണെങ്കിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, അത് ഫുള്ള് മണിച്ചേട്ടന്റെ പാട്ട്. അത് മണിച്ചേട്ടനോട് കട്ട ആരാധനയുള്ള ഒരു പുള്ളിക്കാരന്റെ വണ്ടി കൂടിയാണ്. അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ബാക്കി കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റ് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ രണ്ടാമത് ഇതൊക്കെ സീറ്റ് കവറൊക്കെ പുതിയതാ. എനിക്ക് മോളിലൊന്നും വലിയ മാറ്റം, ആ പഴയ മണിച്ചേട്ടന്റെ ആ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന അതിനെ കവറ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അവര് ആ ടൈമിൽ തന്നെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെ അതെ, ബാക്കിലൊക്കെ ആണെങ്കിലും ആ ഒരു അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും. മറ്റേ ഹെല്ലയുടെ 2 ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്ക് ബേസിന് അല്ലേ, ഈ ലൈറ്റ് കൊടുത്തിട്ട് തന്നെ ഈ ലൈറ്റും പിന്നെ ആ ഒരു എക്സ്ട്രാ മിററും കൊടുത്തിട്ട് ഈ ഒരു പേരും കോംബോയാ കേട്ടോ. എവിടെ ഇട്ടാലും സ്പോട്ട് ചെയ്യും. ഇതിപ്പോ മണിച്ചേട്ടന്റെ വണ്ടി അല്ലെങ്കിൽ കൂടി നല്ലപോലെ സ്പോട്ട് ചെയ്യും. ആ ഒരു കളറാണ്. പക്ഷെ എനിക്ക് ബേസിക് പണ്ട് മുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കോർപിയോ ചെസ് സിനിമയ്ക്കകത്ത് റെഡ് കളർ വൈറ്റ് ആ ഒരു മോഡല് ആ മോഡലല്ല, അതിനേക്കാളും മുന്നേ ഉള്ള മോഡലാണ് ഇത്. പക്ഷെ ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. അടിപൊളി. ഇനി കാണിച്ചു കൊടുക്കാം. അങ്ങോട്ട് പോകും തോറും വണ്ടിയുടെ ലുക്ക് ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു രക്ഷയില്ല. കാണാനൊക്കെ ഇപ്പോഴും ആ ഒരു ലുക്ക് എന്ന് വെച്ചാൽ ചെത്ത് ലുക്കാ. ഇത് വന്ന് ഇറങ്ങണത് വേറൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ. ഇതിന്റെ ഡിക്കി ബേസ് ഒക്കെ ഡിസ്കി സ്പേസും കാര്യങ്ങളും ഡിക്കി ബേസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്കിലോട്ട് വരുമ്പോ കണ്ടോ പഴയ മോഡൽ സ്കോർപിയോയുടെ ഇവിടം വരെ ഉണ്ട്. ഇത് കഴിഞ്ഞിറങ്ങിയ മോഡല്. പക്ഷെ ഇത് നൈസ് ലുക്കാണ്. പിന്നെ മണിച്ചേട്ടന്റെ നമ്പർ ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് തെറ്റിയ പിടിക്കണ സംഭവം 100 എന്നുള്ള നമ്പര്. ആ പഴയ ഒരു അല്ലെ, ആ 7 സീറ്റർ വണ്ടിയുടെ ആ ഒരു പഴയ ഒരു ഇപ്പോഴത്തെ ഇങ്ങനെ കിട്ടൂലല്ലോ. പണ്ട് ടാറ്റാ സുമക്കൊക്കെ ഈ ഇമാതിരി അല്ലെന്ന ആ ഒരു പണ്ടത്തെ ഡോറിങ് ബാക്കിൽ നിന്ന് ടാറ്റാ സുമക്കൊക്കെ ഇതുപോലെ വീലും കൂടെ വീലും വെക്കുന്നുണ്ട്. സ്പീക്കർ സ്പീക്കറൊക്കെ ചേട്ടൻ സെറ്റ് ചെയ്തായിരുന്നു. ഹൈലൈറ്റ് അടച്ചേക്ക്. ഈ സ്കോർപിയോക്ക് പണ്ട് ആ ബാക്ക് ലൈറ്റ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ഇത് അതിന് ഏറ്റവും ആദ്യമുള്ള മോഡലാ. കണ്ട ഈ ലൈറ്റ് ശരിക്കും സ്കോർപിയോയുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടം വരെ വരും. ഇത് പഴയ മോഡൽ. പക്ഷെ ബാക്കിൽ നിന്ന് നോക്കുമ്പോ വൺ ലുക്കാ. ബാക്കിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത ലുക്ക് ബേസ് നോക്കുമ്പോ ഒരു രക്ഷയില്ല സത്യം. മണിച്ചേട്ടന്റെ വണ്ടി ആദ്യമായിട്ട് ഓടിക്കാൻ പോവാ. ഞാൻ നേരത്തെ ഓടിച്ച ഷിബിന, അപ്പൊ ഇപ്പൊ ഞാൻ ഓടിക്കാൻ പോവാ. ഞാൻ പ്രോ ഡ്രൈവർ. കൂടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയായി
അലഞ്ഞോനാണ്ടി. ഈ പാട്ട് കേട്ടോണ്ട് നിനക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കാം. നിന്റെ വീട്ടിലോ കല്യാണ ആഹാ പൊളി. നമ്മള് സത്യം പറഞ്ഞ വണ്ടി തുമ്പി തുള്ളുന്ന പോലെ ഇങ്ങനെ തുള്ളി നിൽക്കാട്ടോ. അതൊരു വേറെ ഫീലാണ്. കാരണം നമുക്കത് അറിയാൻ പറ്റില്ല അല്ലേ? തുമ്പി തുള്ളുന്ന പോലെ ഇങ്ങനെ വണ്ടി തുള്ളി നിൽക്കാണ്. നമുക്കൊരു രക്ഷയില്ല. നമുക്കെന്തായാലും ഒന്ന് പോകുന്നു. പോട്ടെ പോട്ടെ. പോട്ടെ 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 പോട്ടെ. രക്ഷയില്ല. ഒരു പക്ക ഫീല്, ഒന്നും പറയാനില്ല. ഹെവി ഫീല്. ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ ഒരു പണ്ടത്തെ വണ്ടി ഓടിക്കണതും പിന്നെ മണിച്ചേട്ടന്റെ വണ്ടിയാണെന്നുള്ള ആ ഒരു ഉള്ളിൽ ആ ഒരു കിടക്കുന്ന കൊണ്ടും ഭയങ്കര ഫീലാണ്. ആ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഒരു തുമ്പി തുള്ളുന്ന പോലെ വണ്ടി തുള്ളി നിൽക്കണത്. അത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ആദ്യമായിട്ടാ ശരിക്കും വണ്ടി, അതായത് കലാഭവൻ വണ്ടി കാണാൻ പോയിട്ട് ഓടിക്കാൻ പറ്റണത്. ഞങ്ങള് 2-3 വണ്ടികൾ എടുത്ത സമയത്ത് നമുക്കത് ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ഈ വണ്ടി ആ ഭാഗ്യം കിട്ടി. ഭയങ്കര സന്തോഷം. അപ്പൊ എന്റെ പൊന്നു മച്ചാമാരെ, നമ്മളെന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഉറപ്പായിട്ടും വരും, പറ്റിക്കുമല്ല. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ തലക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് നമ്മൾ ഉടനെ വരുന്നവരേക്കും പോണി. ബൈ ബൈ.